അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ്. ഏഴാം ക്ലാസ്സിലത്തെ മക്കളെ എല്ലാവർക്കും പുതിയൊരു ചാപ്റ്ററിലേക്ക്, പുതിയൊരു യൂണിറ്റിലേക്ക്, പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ക്രിസ്മസുമായി എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്ററുകൾ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മൾ നോക്കൂ, നാലാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അൽ വഹദത്തുർ റാബിയ അല്ലേ? ആ വഹദത്തുർ റാബിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് 3 ചാപ്റ്ററുകളാണ്. ഓക്കെ, അപ്പോൾ 3 ചാപ്റ്ററുകൾ നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്, നാലാമത്തെ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. നോക്കൂ, ആദ്യമായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഖദ്ദൂം അൽ അൻസാരി അല്ലേ? ഖദ്ദൂമുൽ അൻസാരി എന്ന് പറയുന്ന ഒരു ഖിസ്സ, ഒരു മനോഹരമായ ഖിസ്സ എന്ന് പറഞ്ഞാൽ എന്താ? കഥ അല്ലേ? അപ്പോൾ മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഒരു കഥയാണ് എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നാലാമത്തെ മൊഡ്യൂളിലേക്ക് നമുക്ക് പോകാലോ? എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവരും സെറ്റാണല്ലോ? ക്ലാസ് എടുത്തൂടെ അല്ലേ? ക്രിസ്മസ് എക്സാം എന്തായിട്ടുണ്ട്? വളരെ അടുത്തെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? വെറുതെ ഓവർ സമയം എന്ത് ചെയ്യാൻ കഴിയില്ല? ചിലവഴിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? പെട്ടെന്ന് ഓരോ പാഠങ്ങളും എന്ത് ചെയ്യണം? തീർത്ത് പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എൻ്റെ മക്കളൊക്കെ വന്നാട്ടെ നമുക്ക് എന്ത് ചെയ്യാം? പെട്ടെന്ന് എന്ത് ചെയ്യാം? ക്ലാസ് തീർക്കാം അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു കഥയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, നുലാഹിദു വനു അബ്ബിർ. നമുക്ക് വായിച്ചിട്ട് എന്ത് ചെയ്യാം? ഈ ചിത്രം നിരീക്ഷിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഈ ചിത്രം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലേ? എന്താണ് ഈ ചിത്രം പറയുന്നത്? ആദ്യം ഒരു കർഷക അല്ലേ? ഒരു കർഷകി എന്ത് ചെയ്യുന്നു? പരുത്തി എന്ത് ചെയ്യുന്നു? നെല്ലിൻ്റെ പരുത്തി എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. പിന്നീട് ആ പരുത്തി കൊണ്ടുപോയിട്ട് വേറൊരാൾ എന്ത് ചെയ്യുന്നു? ആ പരുത്തി എന്ത് ചെയ്യുന്നു? നൂലാക്കി മാറ്റുന്നു. ആ നൂലെന്ത് ചെയ്യുന്നു? വേറെ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? വേറൊരു പണിക്കാരൻ എന്ത് ചെയ്യുന്നു? നൂലൊന്നായിട്ട് എന്ത് ചെയ്യുന്നു? കൂട്ടി യോജിപ്പിച്ച് ശീലയാക്കി മാറ്റുന്നു അല്ലേ? ക്ലോത്താക്കി മാറ്റുന്നു. ആ ക്ലോത്ത് എന്ത് ചെയ്യുന്നു? നമ്മളെ തുന്നൽ കടക്കാരൻ അല്ലേ? തുന്നൽ കടക്കാരൻ എന്ത് ചെയ്യുന്നു? ആ ക്ലോത്ത് എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ വസ്ത്രങ്ങളാക്കുന്നു. ആ ആക്കുന്ന ആളെന്ത് ചെയ്യുന്നു? അവസാനം ഷോപ്പിലേക്ക് എത്തിക്കുന്നു. ആ ഷോപ്പിൻ്റെ ഉടമ എന്ത് ചെയ്യുന്നു? നമ്മൾക്ക് വിൽക്കുന്നു, നമ്മളതെന്ത് ചെയ്യുന്നു? ധരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അരി ഉണ്ടാവണം, അത് ആദ്യം അരി വിതരണം, അത് അരി കുഴച്ചിടണം, അതിൽ നിന്ന് എടുക്കണം, നെല്ലെടുക്കണം, ഇവിടെ കൊണ്ടുപോകണം, മില്ലിൽ കൊണ്ടുപോകണം, അങ്ങനെ എന്ത് കാര്യമാണെങ്കിലും അതിൻ്റെ ഒരു ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ പിറകിൽ എന്തുണ്ട്? അധ്വാനമുണ്ട് അല്ലേ? ഒരു അധ്വാനമില്ലാതെ ഒരു കാര്യം ഇവിടെ സക്സസ്ഫുൾ ആവുമോ? ഇല്ല. എന്തൊരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിലും അതിൻ്റെ പിറകിൽ കൃത്യമായിട്ടുള്ള വർക്കൗട്ട് നടന്നതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുന്നത് അല്ലേ? തന്നാൽ ആകാശത്ത് നിന്ന് പൊട്ടിങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്തെങ്കിലോ? ഇല്ല. ഒക്കെ എന്ത് ചെയ്തതാണ്? ഇവിടെ സൃഷ്ടിക്കപ്പെട്ടതാണ്, നിർമ്മിക്കപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ പല ആളുകളുടെ സഹായത്താൽ ഒരു വസ്ത്രം നമ്മളിലേക്ക് എത്തും. നമ്മളൊക്കെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വളരെ അടിപൊളിയായിട്ടുള്ള ഈ വസ്ത്രം ഇങ്ങനെ രീതിയിലേക്ക് എത്തുന്നതിന് എത്ര ആളുകൾ, ഒരുപാട് കർഷകരുടെ കഷ്ടപ്പാടുകളുണ്ട് അല്ലേ? ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ടാണ് ആദ്യം അത് പരുത്തിയാവുന്നു, ആദ്യം അത് പരുത്തിനെ കളക്ട് ചെയ്യുന്നു, പിന്നീട് അത് പരുത്തിയാകുന്നു, പിന്നീട് അത് എന്ത് ചെയ്യുന്നു? ശീലയാക്കി മാറ്റുന്നു, പിന്നീട് അത് വസ്ത്രത്തിലേക്ക് എത്തിക്കുന്നു, പിന്നീടാണ് അതെന്ത് ചെയ്യുന്നത്? ഷോപ്പിലേക്ക് എത്തുന്നത്. നോക്കൂ, ഖദ്ദൂമുൽ അൻസാരി. ഖദ്ദൂം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഖദ്ദൂം എന്ന് പറഞ്ഞാൽ നോക്കൂ, ഈ ഫോട്ടോത്തിലുണ്ട് കുറച്ച് വിറകും, അതുപോലെ തന്നെ എന്തും ഈ ഫോട്ടോത്തിലുണ്ട്, മയു ഉണ്ട് അല്ലേ? അപ്പോൾ ഖദ്ദൂം എന്ന് പറഞ്ഞാൽ കോടാലി എന്നാണ് അർത്ഥം. കോടാലി എന്ന് പറഞ്ഞാൽ മയു അല്ലേ? എല്ലാവരും എനിക്ക് തോന്നുന്നു മയു എന്ന് പറയാൻ അല്ലേ? എല്ലാവർക്കും മയു എന്താണെന്ന് അറിയാം അല്ലേ? എന്താണ്? കോടാലി അല്ലേ? മയു എന്ന് പറഞ്ഞാൽ അതെന്താണ്? നമ്മുടെ വിറകൊക്കെ കൊത്തിക്കീറാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഖദ്ദൂം എന്ന് പറഞ്ഞാൽ മയു അല്ലെങ്കിൽ കോടാലി. അൻസാരി, ഒരു അൻസാരിയുടെ കോടാലിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത്. അൻസാരി എന്ന് പറഞ്ഞാൽ ആരാ? സ്വഹാബി. സ്വഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾക്കാണ് എന്തെന്ന് പറയുക? സ്വഹാബി എന്ന് പറയുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നോക്കൂ, ദാത്തയോമിന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കഥ തുടങ്ങാം. ദാത്തയോമിന് ഒരു ദിവസം കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന നബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യജ്ലിസു മഅ അസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളുടെ കൂടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു? ഇരിക്കുന്നവരായിരുന്നു. യജ്ലിസു മഅ അസ്ഹാബിഹി ഫി മസ്ജിദ് നബി. മസ്ജിദ് നബി എന്ന് പറയുന്ന ഒരു പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് റജുലൻ, അപ്പോൾ ഒരു ആൾ വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് എന്ത് ചെയ്തു? ഒരു പുരുഷൻ കടന്നു വന്നു. റജുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പുരുഷൻ അല്ലേ? അപ്പോൾ ഒരു പുരുഷൻ എന്ത് ചെയ്തു?
കടന്നു വന്നു. എന്നിട്ട് കടന്നു വന്നിട്ട് നോക്കൂ, മിൻ അൻസാരി, അൻസാരിൽപ്പെട്ട ഒരാൾ കടന്നു വന്നു, ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഒരു സ്വഹാബിയാണ് വന്നതും. ആ വന്നിട്ടുള്ള ആളെന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്ത്, യസ്അലഹു മാലൻ, കുറച്ച് ധനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പം നബിയും സ്വഹാബിയും ഇങ്ങനെ മസ്ജിദ് നബിയിൽ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പുരുഷൻ എന്ത് ചെയ്തു, കടന്നു വന്നിട്ട് എന്ത് ചെയ്തു, പൈസ ചോദിച്ചു. യസ്അലഹു മാലൻ, ധനത്തെ ചോദിച്ചു. ലി യസുദ്ദ ഹവായിജഹു, എന്തിനാ ധനത്തെ ചോദിച്ചത്, ലിയസുദ്ദ, അല്ലേ, നിറവേറ്റാൻ വേണ്ടി, ഹവായിജഹു, തൻ്റെ ആവശ്യങ്ങൾ. അപ്പോൾ ആ വന്ന ആളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കുറച്ച് പണം ആവശ്യപ്പെട്ടു. നോക്കൂ മക്കളെ, ഫസഅലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ച് ചോദിക്കുകയാണ്, എന്ത്, അമാഫി ബൈത്തിക ഷൈഉൻ, നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പൈസ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ച് ചോദിച്ചു, എന്ത്, നിൻ്റെ വീട്ടിൽ ഒന്നുമില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി വന്ന ആൾ, ആ വന്ന അൻസാരി പറഞ്ഞു, എന്ത്, ബല, അതെ. ബല എന്ന് പറഞ്ഞാൽ എന്താ, അതെ, അല്ലേ. നമ്മളോട് ആരെങ്കിലും എന്തോ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ അതെ, യെസ് എന്നൊക്കെ പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത് മക്കളെ, ബല എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പുരുഷൻ പറഞ്ഞു, ആ വന്ന ആൾ പറഞ്ഞു, ബല, അതെ യാ റസൂലല്ലാഹ്, ഓ അള്ളാൻ്റെ റസൂലെ, എൻ്റെ വീട്ടിലുണ്ട്. എന്താണുള്ളത് നോക്കൂ, ആ സ്വഹാബി പറയുകയാണെന്ത്, എന്താ, ഹിൽസുൻ. ഹിൽസുൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, പുതപ്പ് എന്നാണ് അർത്ഥം. അപ്പം പുതപ്പുണ്ട്. നെൽബസു ബാലഹു, ഞങ്ങൾ എന്ത് ചെയ്യും, ആ പുതപ്പിൽ നിന്നുള്ള ചെറിയ ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾ ധരിക്കും. അതുപോലെ തന്നെ നബ്സുത്ത് ബാലഹു, ആ പുതപ്പിൽ നിന്ന് തന്നെ ചെറിയ ഭാഗം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പുതയ്ക്കും. അപ്പം അങ്ങനത്തെ ഒരു പുതപ്പാണ്, രണ്ടിനും ഉപയോഗിക്കുന്നത്, ധരിക്കാനും അതുപോലെ തന്നെ പുതയ്ക്കാനും ഉപയോഗിക്കുന്ന ഒരു പുതപ്പ് എൻ്റെ വീട്ടിലുണ്ട് എന്ന് ആ വന്ന ആളെന്ത് ചെയ്യും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അതുപോലെ തന്നെ വീണ്ടും അദ്ദേഹം പറയാണ്, കഅബുൻ, കഅബ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, കോപ്പ എന്നാണ് കഅബ് എന്ന് പറഞ്ഞാൽ പറയാം. കോപ്പ, അല്ലേ, ഗ്ലാസ്. അപ്പോൾ ഒരു കോപ്പയുമുണ്ട്, ഫീഹി മിനൽ മാഹ്, അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു കോപ്പയും അതുപോലെ തന്നെ ഒരു പുതപ്പ് മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ എന്ന് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആ വന്ന ആൾ പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോക്കൂ, ഫത്വലബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യഅതിയ ബിഹിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ രണ്ട് കാര്യങ്ങളും, അതായത് പുതപ്പും അതുപോലെ തന്നെ കോപ്പയും തിരിച്ചു കൊണ്ടുവരാൻ, അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹളറത്തിലേക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കലിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആവശ്യപ്പെടും. മനസ്സിലായോ? ഫലമ്മ അതാ ബിഹിമ അഹദുഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി. അപ്പോൾ ആ വന്ന ആളെന്ത് ചെയ്യൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് തിരിച്ച് വീട്ടിൽ പോയിട്ട് ആ രണ്ട് സാധനങ്ങളും എടുത്തു വരും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് തന്നെ എന്ത് ചെയ്തു, എത്തി. ഫലമ്മ അതാ ബിഹിമ, ആ രണ്ട് വസ്തുവും കൊണ്ട് എത്തിയപ്പോൾ, എവിടെ എത്തിയപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എത്തിയപ്പോൾ, അഹദുഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ആ രണ്ട് വസ്തുക്കൾ എന്ത് ചെയ്തു, നബിയുടെ കയ്യിൽ ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് ഫഖാല മൻ യശ്തരി ആദൈനി, ഈ രണ്ട് കാര്യങ്ങൾ ആരാ വാങ്ങാന്ന് ചോദിച്ചു. അപ്പോൾ ആ സ്വഹാബി കൊണ്ടുവന്നിട്ടുള്ള പുതപ്പും അതുപോലെ തന്നെ കോപ്പയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉയർത്തി പിടിച്ചിട്ട് ചോദിച്ചു, മൻ യശ്തരി ഹാദൈനി, ഇത് രണ്ടും ആരാണ് വാങ്ങാന്ന് ചോദിച്ചു. അപ്പോൾ കാല അഹദുൻ, ഒരാൾ പറഞ്ഞു, എന്ത്, കാല അഹദുൻ, ഒരാൾ പറഞ്ഞു, എന്ത്, ഒരാൾ പറഞ്ഞു, ഫലമാത്ത ബിഹിം അഹദുമാ നബി ദാ ബിയദിഹി ഫഖാല മൻ യസ്തരി ഹാദിൻ, ഇത് രണ്ടും ആരാ വാങ്ങാൻ ചോദിച്ചു. അപ്പോൾ കാല അഹദു സ്വഹാബ, ഒരു സ്വഹാബി പറഞ്ഞു, നബിയുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, അന അഹദുമാ ബിദ്ദിർഹം, ഞാനത് രണ്ടിനെയും എന്ത് ചെയ്യുക, ഒരു ദിർഹം കൊണ്ട് എന്ത് ചെയ്യുക, ഞാൻ വാങ്ങാമെന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി, ഫഖാല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി, അപ്പോൾ ദിർഹം എന്ന് പറഞ്ഞാൽ അതൊരു കണക്കാണ് കേട്ടോ, ഒരു പൈസയാണ്. അപ്പോൾ ഒരു ദിർഹം കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, അത് വാങ്ങാമെന്ന് പറഞ്ഞു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വീണ്ടും പറയുകയാണെന്ത്, മൻ യസീദു അലാ ദിർഹം, ആരാണ് ഒരു ദിർഹമിൽ നിന്ന് ആരാണ് അധികരിപ്പിക്കുക. അപ്പോൾ രണ്ട് വസ്തുവിനും കൂടിയും ഒരു ദിർഹം പോരാ, മറിച്ച് ഒരു ദിർഹമിനേക്കാൾ കൂടുതൽ ആരാ തരാന്ന് ചോദിച്ചു. ഫഖാല ലാഹിർ, അപ്പോൾ മറ്റൊരു സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ മസ്ജിദ് നബവിയിൽ ഇരിക്കുന്ന മറ്റൊരു സ്വഹാബി പറഞ്ഞു, എന്ത് പറഞ്ഞു, അന അഹദഹുമാ ബി ദിർഹമേനി, അല്ലേ, രണ്ട് ദിർഹമുകൾ കൊണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാം, ആ വസ്തുക്കളെ വാങ്ങാമെന്ന് പറഞ്ഞു. ആ സമയം നോക്കൂ, അത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്റഹമേനി റജുലിൻ അൻസാരിഹി, അപ്പോൾ ആ രണ്ട് ദിർഹം കൊണ്ട് മറ്റൊരാൾ അത് പൈസ, ആ സാധനം വാങ്ങുകയും ആ പൈസ എന്ത് ചെയ്തു, അത്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി. അത്താ എന്ന് പറഞ്ഞാൽ എന്താ, നൽകി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകി, ദിർഹമേനി, ആ രണ്ട് ദിർഹമും നൽകി, റജുലിൽ അൻസാരി, ആ അൻസാരിയായിട്ടുള്ള റജുലിൻ എന്ത് ചെയ്തു, അൻസാരിയായ റജുൽ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് പൈസ ചോദിച്ചിട്ടുള്ള ആൾ, അല്ലേ. അപ്പോൾ
ആ അൻസാരിയായ റജുൽ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു നൽകി. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, ഇസ്തരി ബി അഹദിഹിമ ത്വആമൻ ലക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അദ്ദേഹത്തോട്, എന്ത്? ഇസ്തരി ബി അഹദിഹിമ, 2 ദിർഹം ഉണ്ടല്ലോ, ഈ 1 ദിർഹം കൊണ്ട് നീ എന്ത് ചെയ്യണം? ത്വആമൻ ലക, അത് വഅഹ്ലീക, അതായത് നീ 1 ദിർഹം കൊണ്ട് നിൻ്റെ കുടുംബത്തിനും നിനക്കുമുള്ള ഭക്ഷണം നീ എന്ത് ചെയ്യുക? വാങ്ങിക്കൂടുക. അതുപോലെ തന്നെ വസ്തരി ബിൽ ആഖിരി, മറ്റൊരു ദിർഹം കൊണ്ട് നീ വാങ്ങണം, എന്ത്? ഖദ്ദൂമൻ. ഖദ്ദൂമൻ എന്ന് പറഞ്ഞാൽ കോടാലി വാങ്ങണം. ഫഅ്തിനി ബിഹി, എന്നിട്ട് എന്ത് ചെയ്യണം? ആ കോടാലി എന്ത് ചെയ്യണം? എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത പാറ്റേൺ കണ്ടല്ലോ മക്കളെ. ഒരാൾ വന്ന് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? ആ 2 വസ്തുക്കൾ വിറ്റു. എന്നിട്ട് എന്ത് ചെയ്തു? 2 ദിർഹം തിരിച്ച് അദ്ദേഹത്തിന് നൽകിയിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ട് നീ നിൻ്റെ കുടുംബത്തിനും നീയും എന്ത് ചെയ്യുക? ഭക്ഷണം വാങ്ങിക്കൂടുക. രണ്ടാമത്തതും ഭക്ഷണത്തിന് വേണ്ടി ചിലവഴിക്കരുത്, നീ ഒരു കോടാലി വാങ്ങണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബി സല്ലല്ലാഹു തങ്ങൾ ആ ആളോട്, ആ വന്നിട്ടുള്ള അൻസാരിയോട് പറഞ്ഞു. നോക്കൂ, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് 2 ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ? ഇലാമൻ അത്താ റജുലുൽ അൻസാരി. നബി സല്ലല്ലാഹു ഇലാമൻ അത്താ റജുലുൽ അൻസാരി, അൻസാരിയായിട്ടുള്ള ആ സ്വഹാബി ആരിലേക്കാണ് വന്നത്? വലിമ. എന്നിട്ട് എന്താണ് ചോദിച്ചത്? നോക്കൂ 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 നോക്കൂ. ഫസ്റ്റ് തന്നെ ഉണ്ട് ഇവിടെ ദാ ഫഅത്താ റജുലുൻ മിൻ അൻസാരി ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തതിൻ്റെ ആൻസറാണ് എന്ത്? ഫഅത്താ റജുലുൻ മിൻ അൻസാരി ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത് ചോദിച്ചത് എന്താ? വലിമ, എന്തിനാണ് വന്നതെന്നാ. നോക്കൂ, എന്തിനായിരുന്നു? യസ്അലുഹു മാലൻ, അല്ലേ? യസ്അലുഹു മാലൻ ലി യസുദ്ദ ഹവായിജഹു. ഇതാണ് ഒന്നാമത്തേൻ്റെ എന്ത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. മക്കൾക്ക് മനസ്സിലായോ? അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇലാമൻ അത്താ റജുലുൻ അൻസാരി, അൻസാരി ആയിട്ടുള്ള റജുൽ ആരിലേക്കാണ് വന്നത്? ഇതാ ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. അത്താ എന്നുള്ളത് അത്താന്നാക്കിയാൽ മതി. ഇതാ അത്താ റജുലുൻ മിൻ അൻസാരി ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ് വന്നത്. രണ്ടാമത്തെ നോക്കൂ, വലിമ, എന്തിനായിരുന്നു വന്നത്? ഇവിടെ തന്നെയുണ്ട്. യസ്അലുഹു മാലൻ ലി യസുദ്ദ ഹവായിജഹു, തൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടുള്ള പൈസയും ചോദിച്ചിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. നോക്കൂ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? വബികം ദിർഹമൻ ഇസ്തറാ റജുലുൻ അൽ ഹിൽസ വൽ ഖഅബ. അൽ ഹിൽസ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പുതപ്പ്, അല്ലേ? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മക്കളെ? കോപ്പ. അപ്പോൾ കോപ്പയും അതുപോലെ തന്നെ പുതപ്പും എത്ര ദിർഹം ഉപയോഗിച്ചിട്ടാണ് ഈ റജുൽ വാങ്ങിയിട്ടുള്ളത് എന്നായിരുന്നു ചോദിച്ചത്. അതിൻ്റെ ആൻസർ ഇവിടെ തന്നെയുണ്ടല്ലോ. നോക്കൂ 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 നോക്കൂ. ദാ അനഹദുമാ ബി ദിർഹമേനി, അല്ലേ? അപ്പോൾ എത്ര ദിർഹം ഉപയോഗിച്ചിട്ടാണ്? ബി ദിർഹമേനി, 2 ദിർഹമുകൾ ഉപയോഗിച്ചിട്ടാണ് എന്തായത്? ആ കോപ്പയും അതുപോലെ തന്നെ ആ പുതപ്പും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാ? ബിക്കം ദിർഹമൻ എന്നുള്ളത് എന്ത് ചെയ്യാണ്ട് ഒഴിവാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇസ്തറ മുതൽ എഴുതുക. ഇസ്തറ അർ റജുലു അൽ ഹിൽസ വൽ ഖഅബ, എത്ര കൊണ്ട്? ബി ദിർഹമൈനി, അല്ലേ? ബി മെയിനി എന്ന് എഴുതിയാൽ ആൻസറായി. ഓക്കെ ആണല്ലോ. ഇനി നോക്കൂ, അതിന് ശേഷമുള്ള കഥ നമ്മൾ പറയുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ദിർഹം അദ്ദേഹത്തിന് കൊടുത്തിട്ട് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? 1 ദിർഹം കൊണ്ട് എന്ത് ചെയ്യണം? നീ നിൻ്റെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കണം, നിനക്കും നിൻ്റെ വീട്ടുകാർക്കും ഭക്ഷണം കൊടുക്കണം. രണ്ടാമത്തെ ദിർഹമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നതായിരുന്നു? ഒരു ഖദ്ദൂം, അതായത് ഒരു കോടാലി വാങ്ങണം. ആ കോടാലിയുമായിട്ട് എൻ്റെ അടുക്കിലേക്ക് വരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. നോക്കൂ മക്കളെ, നോക്കൂ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആ കഥയുടെ ബാക്കി നമ്മൾ പറയുന്നു. വക്തിൻ ഖലീൽ, അല്ലേ? അപ്പം കുറച്ച് സമയങ്ങൾക്ക് ശേഷം, സം ടൈം ആഫ്റ്റർ, എന്ത് ചെയ്യുന്നു? റജുൽ, ആ പുരുഷൻ വന്നു. അൽ അൻസാരി, അൻസാരിയായിട്ടുള്ള പുരുഷൻ വന്നു. എന്തുകൊണ്ടിട്ട്? ബി ഖദ്ദൂമിൻ ജദീദിൻ, പുതിയ കോടാലിയായിട്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നത് എന്ത് കൊണ്ടുവരാനായിരുന്നു? കോടാലി കൊണ്ടുവരാനായിരുന്നു. അപ്പോൾ ആ അൻസാരിയായിട്ടുള്ള റജുല് പുതിയ കോടാലിയുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കലിലേക്ക് എത്തുന്നു. ഫശദ്ദ, ആ സമയത്ത് എന്ത് ചെയ്തു? ഫശദ്ദ എന്ന് പറഞ്ഞാൽ കെട്ടി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഫശദ്ദ, അപ്പോൾ ഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണല്ലോ. ഫശദ്ദ, അപ്പോൾ കെട്ടി. എന്ത് കെട്ടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കെട്ടി. ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ ഊദൻ എന്ന് പറഞ്ഞാൽ എന്താ? വിറക് കഷ്ണം. അപ്പോൾ ചില വിറക് കഷ്ണങ്ങൾ എന്ത് ചെയ്തു? അതിൽ കെട്ടി. ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ കൊണ്ട് വിറക് കഷ്ണം കെട്ടിയെന്ന് പറഞ്ഞാൽ കോടാലിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ മൂർച്ചയുള്ള ആ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ കോടാലി. ആ മരോടൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് പറഞ്ഞത് എന്ത്? ആ കോടാലി കിട്ടിയ ആ സാധനം. ഇതിപ്പോൾ കോടാലിയുടെ ആ കൊത്തുന്ന സാധനമാണെങ്കിൽ ആ സാധനം കൊണ്ടുവന്നു. നബി എന്ത് ചെയ്തു? ഒരു കഷ്ണം എടുത്ത്, വിറകിൻ്റെ കഷ്ണം എടുത്തിട്ട് എന്ത് ചെയ്തു? ഇവിടെ വെച്ചിട്ട് കെട്ടി. എന്നാലല്ലേ നമുക്ക് പിടിക്കാനൊരു പിടി ഉണ്ടാവുള്ളൂ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു?
ചെയ്തു. സുമ്മ ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ഹബ്, നീ പോവുക, എന്നിട്ട് ബിത്ത്, നീ എന്ത് ചെയ്യുക, വിറകുകളെ ശേഖരിക്കുക, എന്നിട്ട് നീ വിറകുകളെ വെട്ടുക, എന്നിട്ട് നീ എന്ത് ചെയ്യുക, ആ വിറക് മുറിച്ചിട്ടുള്ള കഷ്ണങ്ങളാക്കിയിട്ടുള്ള വിറകിനെ നീ എന്ത് ചെയ്യുക, വിൽക്കുക. വല അറയന്നക്ക ഹംസത്ത അശറ യോമൻ, വല അറയന്നക്ക, ഞാൻ നിന്നെ കാണുക പോലും ചെയ്യരുത്, ഹംസത്ത അശറ യോമൻ, 15 ദിവസം നീ എന്താവരുത്, ഇവിടെ ഉണ്ടാവുകയും ചെയ്യരുത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, നബി എന്ത് ചെയ്തു, അതിന് മറുപടി കൊടുത്തു. മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടാലി കൊണ്ടുവരാൻ പറഞ്ഞു. കോടാലി കൊണ്ടുവന്നിട്ടുള്ള ആളോട്, ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്, നീ വിറക് ശേഖരിക്കാൻ വേണ്ടി പോകണം, എന്നിട്ട് ആ വിറക് ശേഖരിച്ച് നീ വിൽക്കണം. 15 ദിവസം വെറുതെ വീട്ടിൽ കുത്തിരുന്ന്, അതായത് മടി പിടിച്ചിട്ട് നീ വീട്ടിലിരിക്കരുത്. 15 ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഞാൻ എന്നെ കാണാൻ പാടുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ സമയം നോക്കൂ മക്കളെ, ഫതഹബർ റജുലു ബിൽ ഖദ്ദൂം, അല്ലേ, ആ സമയത്ത് നമ്മുടെ പുരുഷൻ, ആ വ്യക്തി, ആ അൻസാരിയായിട്ടുള്ള സ്വഹാബി ഖദ്ദൂമുമായിട്ട് എന്ത് പോയി. ദഹബ എന്ന് പറഞ്ഞാൽ എന്താണ്, പോയി എന്നല്ലേ അർത്ഥം. അങ്ങനെ ഖദ്ദൂമുമായിട്ട് പോയി. ഫ അമില ബിഹി കുല്ല യൗമിൻ, എല്ലാ ദിവസവും എന്ത് ചെയ്തു, ആ കോടാലി ഉപയോഗിച്ച് അദ്ദേഹം പണിയെടുത്തു. ഓക്കെ ആണല്ലോ. ഇത് നോക്കൂ കുല്ല യോമിൻ കാന യഹ്തിബു ഖൽ അത്തബ, കാന യഹ്തിബു, അദ്ദേഹമായിരുന്നു, എന്തായിരുന്നു, യഹ്തിബു എന്ന് പറഞ്ഞാൽ ശേഖരിക്കുന്നവനായിരുന്നു, അൽ ഹത്തബ എന്ന് പറഞ്ഞാൽ വിറക്. അപ്പോൾ വിറക് ശേഖരിക്കുന്ന പണിയായിരുന്നു അദ്ദേഹം. എന്നിട്ട് അങ്ങനെ ഒരുപാട് കോടാലി ഉപയോഗിച്ച് ഒരുപാട് വിറകുകൾ അദ്ദേഹം ശേഖരിച്ചു. എന്നിട്ട് യബിയു ഫി സൂഖ്, അദ്ദേഹം എന്ത് ചെയ്തു, സൂഖ് എന്ന് പറഞ്ഞാൽ അങ്ങാടി, യബിയു എന്ന് പറഞ്ഞാൽ വിറ്റു. അപ്പോൾ ഫിസൂക്ക്, അദ്ദേഹം എന്ത് ചെയ്തു, അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിറ്റു. യക്സിബു ദറാഹിം, അദ്ദേഹം എന്ത് ചെയ്തു, ഒരു യക്സിബു എന്ന് പറഞ്ഞാൽ എന്താ, സമ്പാദിച്ചു. എന്ത്, ദറാഹിം, ഒരുപാട് ദിർഹമുകൾ, അല്ലേ. അപ്പോൾ ഒരുപാട് ദിർഹമുകൾ എന്ത് ചെയ്തു, അദ്ദേഹം സമ്പാദിച്ചു. ബാദ ഹംസത്ത് അശറ യോമൻ, 15 ദിവസങ്ങൾക്ക് ശേഷം കസബ ഹഷറത്ത് ദറാഹിം, അല്ലേ. കസബ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്തു, ശേഖരിച്ചു. അഷറത്ത് ദറാഹിം എന്ന് പറഞ്ഞാൽ എന്താണ്, 10ഓളം, അല്ലേ, 10 ദിർഹമുകൾ അദ്ദേഹം എന്ത് ചെയ്തു, ശേഖരിച്ചു. എന്നിട്ട് നോക്കൂ, ഫസ്തറ ബിഹ സൗബൻ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, വാങ്ങി. ബിഹ, അതുകൊണ്ട് ഫസ്തറ എന്ന് പറഞ്ഞാൽ വാങ്ങി എന്നാണ് അർത്ഥം. ബിഹ എന്ന് പറഞ്ഞാൽ ആ ദിർഹമുകൾ കൊണ്ട് സൗബൻ, വസ്ത്രം വാങ്ങി. അതുപോലെ തന്നെ ത്വആമൻ, ഭക്ഷണങ്ങൾ വാങ്ങി. ഫഅതാ ബിഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം എത്തി. ഫഅതാ എന്ന് പറഞ്ഞാൽ വന്നു, ബിഹി, അദ്ദേഹം വന്നു. ഇലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. അതായത് ഈ വസ്ത്രവും അതുപോലെ തന്നെ ഈ ഭക്ഷണവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു, അപ്പോൾ ആ സമയത്ത് അള്ളാഹ്, അപ്പോൾ 15 ദിവസം നിന്നെ കാണരുതെന്ന് ആര് പറഞ്ഞിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നുവല്ലോ. അപ്പോൾ ആ 15 ദിവസം അദ്ദേഹം അധ്വാനിച്ച് 10 ദിർഹമുകൾ അദ്ദേഹം ഉണ്ടാക്കി. ആ 10 ദിർഹം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഭക്ഷണവും അതുപോലെ തന്നെ വസ്ത്രവും അദ്ദേഹം വാങ്ങി നബിയുടെ അടുത്തേക്ക് വന്ന് ചെന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്, ആദാ ഖൈറുൽ ലക മിൻ അൻ തജിഅൽ മസ്അലത നുക്ബത്തൻ ഫി വജീക യൗമിൽ ഖിയാമത്തി, അല്ലേ. ഖിയാമത്ത് നാളിൽ ബാക്കിയുള്ളവരോട് എന്താണ് കെഞ്ചി ചോദിക്കുന്നതിനേക്കാൾ നല്ലതെന്താണ്, നീ നിൻ്റെ കൈകൊണ്ട് കുറച്ച് സമ്പാദിക്കലാണ്. മനസ്സിലായോ? അപ്പോൾ സ്വന്തം അധ്വാനിച്ച് സ്വന്തം പൈസ ഉണ്ടാക്കലാണ് ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോയിട്ട് ഭിക്ഷാടനം നടത്തുന്നതിനേക്കാൾ നല്ലത് എന്നുള്ള ആശയമാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ കഥ മനസ്സിലായോ? മനസ്സിലായി ഇല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള കഥയാണോ? വളരെ സിമ്പിളായിട്ടുള്ള കഥയാണ്, അല്ലേ. വളരെ ഗുണപാഠമുള്ള ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠമാണ് ഏറ്റവും അവസാനം പറഞ്ഞത്. എന്താണ്? അധ്വാനിക്കണം, അല്ലേ. മടി പിടിച്ച് വീട്ടിലിങ്ങനെ കുത്തിരുന്ന് ബാക്കിയുള്ളവരുടെ മുന്നിൽ പോയിട്ട് വല്ലതും തരുമെന്ന് ചോദിക്കരുത്. നമുക്ക് അധ്വാനിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിച്ച് നല്ല പണികൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അല്ലാതെ വീട്ടിൽ വെറുതെ കുത്തിരുന്ന പൈസ പുരയിലേക്ക് എത്തൂല. അതുകൊണ്ട് തന്നെ നല്ല അധ്വാനമുള്ള നല്ല തൊഴിലുകൾ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാറണം. അതാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ കോടാലി എന്ന് പറയുന്ന കഥയിലൂടെ നമുക്ക് എന്ത് പാഠം ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ, ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോയി പിശ ചേടുന്നതിനേക്കാൾ നല്ലതെന്താണ്, 2 വിറകെന്നെങ്കിലോ പോയി വെച്ച് അട്ടിക്ക് വെച്ച് ആ പൈസ കൊണ്ട് അന്തസ്സോടെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ള മനോഹരമായിട്ടുള്ള ഗുണപാഠമാണ് 7ാം ക്ലാസ്സുകാരെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ? ഇനി വളരെ സിമ്പിളായിട്ടുള്ള വർക്കിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പം പാഠവും പാഠത്തിൻ്റെ ആശയവും കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് സാറ് വിശ്വസിക്കുന്നു. അപ്പം എന്ത് ചെയ്യണം, അധ്വാനശീലമുള്ളവരായിട്ട് നമ്മൾ മാറണം, അല്ലേ. ബാക്കിയുള്ളവരുടെ മുമ്പിൽ പോയിട്ട് എപ്പോഴും പൈസ നീട്ടിങ്ങനെ കെഞ്ചി നീട്ടുന്നത് എന്ത് ചെയ്യരുത്, ആരും ഇഷ്ടപ്പെടരുത്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വയം അധ്വാനം ഉപയോഗിച്ച്
നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന തൊഴിലുകൾ, ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം. അതാണ് ഏറ്റവും നല്ല ഡീസൻ്റ് ഉള്ള പരിപാടി. ഇത് നോക്കൂ, നക്റഉ നസ്സ വ നസ്തഖ്രിജുൽ അഫ്ആൽ മുളാരിഅത്തി നക്തുബു ഹസബ ദമാരി കമാ ഫിൽ മിസാൽ. ഉദാഹരണത്തിലുള്ളത് പോലെ എന്താണ്, ഇവിടെ ഒരുപാട് ലൊമീറുകളുണ്ട്. ലൊമീറുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുവ ഹുമാ ഹും, ഹിയ ഹുമാ ഹുന്ന, അൻത അൻതുമാ അൻതും, അൻതി അൻതുമാ അൻതുന്ന, അന നഹ്നു. ലൊമീറുകളെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മൾ പഠിച്ച ലൊമീറുകളാണ് അല്ലേ. ഹുവ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അവനൊരു പുരുഷൻ. ഹുമ എന്ന് പറഞ്ഞാൽ 2 പുരുഷന്മാർ. ഹും എന്ന് പറഞ്ഞാൽ അവർ കുറേ പുരുഷന്മാർ അല്ലേ. ഹി അവളൊരു സ്ത്രീ, ഹുമ 2 സ്ത്രീകൾ, ഹുന്ന അവർ കുറേ സ്ത്രീകൾ, അൻത നീ ഒരു പുരുഷൻ. അതൊക്കെ നമ്മളെന്താണ് പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താ? അഫ്ആലിൽ മുലാരി ഉണ്ട്. മുലാരി ആയിട്ടുള്ള ഫീൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനോട് കണക്ട് ചെയ്തിട്ടുള്ള ലൊമീറും ഇവിടെയുണ്ട്. ഹുവ എന്നുള്ള ലൊമീറാണെന്ത്? യസീദു, അധികരിപ്പിക്കുന്നു. അപ്പോൾ ഹുവ എന്ന് പറഞ്ഞാൽ ഹുവ യസീദു, അവൻ അധികരിപ്പിക്കുന്നു അല്ലേ. ഹിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിയ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് അല്ലേ. അപ്പോൾ ഹിയ തജീഉ, ഹിയ തജീഉ, അവൾ എന്ത് ചെയ്യുന്നു? വരുന്നു. കാരണം ഇവിടെ ഹിയ എന്നതായതുകൊണ്ടാണ് ഇവിടെ യാ ആക്കാതെ തായിന് എന്ത് ചെയ്ത് താ എന്ന് പറയാൻ കാരണം എന്താ? പെണ്ണാവുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ താ ആണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത് നോക്കൂ, നഹ്നു ഞങ്ങൾ, ഞങ്ങൾ നെൽബിസു ഞങ്ങൾ ധരിക്കുന്നു. അപ്പോൾ നെൽബിസു എന്ന് പറഞ്ഞാൽ എന്താ? ധരിക്കുക. അപ്പോൾ അവിടെ നെൽബിസു എന്ന് പറയാനുള്ള കാരണം എന്താണ്? തൊട്ട് മുമ്പ് നഹ്നു വന്നത് കൊണ്ടാണ്. കാരണം നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള ലൊമീറാണ്. ഞങ്ങൾ എന്നുള്ള ലൊമീറിന് നമ്മൾ പറഞ്ഞിരുന്നു എപ്പോഴും നായാണ് ഉപയോഗിക്കുക അല്ലേ. നോക്കൂ, കത്തബ എന്ന് പറയുന്ന ഫീല്, കത്തബ എന്ന് പറയുന്ന ഫീലിൻ്റെ മുലാരിയാണെന്ത്? യഖ്തുബു അല്ലേ, യഖ്തുബു എന്നുള്ളത്. അപ്പോൾ ആ യഖ്തുബു എന്നുള്ളിടത്ത് ഞങ്ങൾ എഴുതുന്നുള്ളത് എന്താണ് ആക്കുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുക? നഖ്തുബു എന്നാണ് ഉപയോഗിക്കുക. കാരണം ആ നഹ്നു എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നൂനിനെ ചേർക്കും. നെക്ക് തുബു എന്നാക്കും. ഞങ്ങൾ എഴുതുന്നു. മനസ്സിലായോ മക്കളെ? നെക്ക് തുബു എന്നാക്കും. ഓക്കെ ആണോ? അപ്പോൾ സാറ് പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ നെക്ക് തുബു എന്ന് ഇവിടെ എഴുതാൻ കാരണം എന്താ? നഹ്നു എന്നുള്ള ലൊമീർ വന്നത് കൊണ്ടാണ്. ഹുവ എന്നുള്ള ലൊമീറിന് ശേഷം യസീദു എന്നാണ് പറഞ്ഞു. കാരണം യസീദു എന്ന് പറഞ്ഞാൽ അവൻ അധികരിപ്പിക്കുന്നു. ഹിയ എന്നുള്ളത് പെണ്ണിന് പറയുന്നതാണല്ലോ. അപ്പോൾ ഹിയ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ഫീലിന് എന്താണ് വരിക? താ ആണ് വരിക. കാരണം ഹിയ എന്നുള്ള ലൊമീർ മുന്നിൽ വന്നത് കൊണ്ട് തന്നെ ശേഷം വരുന്ന ലൊമീറിന് താ ആണ് വരിക. അതുകൊണ്ടാണ് ഇവിടെ തജീഉ എന്ന് പറയാനുള്ള കാരണം. മനസ്സിലായോ മക്കളെ? ദൊമീർ മനസ്സിലായല്ലോ. അടുത്ത് നോക്കൂ, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള ദൊമീറാണ്. അതുകൊണ്ടാണ് ഇവിടെ നെൽബിസു എന്ന് പറയാനുള്ള കാരണം. നെൽബിസു എന്ന് പറയുന്നത് എന്താ? ഞങ്ങൾ ധരിക്കുന്നു. ഇവിടെ നൂനിനെ കൊണ്ടുവരാനുള്ള കാരണം ഈ നഹ്നു എന്നുള്ളതിൻ്റെ ദൊമീറിനെ പ്രമാണിച്ചിട്ടാണ് ഇവിടെ നൂനാക്കിയിട്ടുള്ളത്. മനസ്സിലായല്ലോ മക്കളെ? ഇത് നോക്കൂ, അൻത അല്ലേ, അൻത എന്നുള്ളിടത്ത് അൻതി നീ എന്നുള്ളിടത്ത് സ്ത്രീയാണല്ലോ. അൻതി എന്നുള്ളത് നീ ഒരു സ്ത്രീ എന്നാണല്ലോ അൻതി ഉപയോഗിക്കുക. ഇവിടെ അൻതി ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്താക്കിയത്? തജീഉ എന്ന് പറയാനുള്ള കാരണം. ഇവിടെ അൻതയാണെങ്കിൽ, അൻത എന്ന് പറഞ്ഞാൽ നീ ഒരു പുരുഷൻ എന്നാണല്ലോ. അൻത എന്നാണെങ്കിൽ അവിടെ നമ്മൾ യജീഉ എന്നേ പറയുള്ളായിരുന്നു അല്ലേ. യജീഉ എന്നായിരുന്നു അൻത എന്നുള്ളതിന് പറയാം. പക്ഷേ ഇവിടെ അൻതി എന്നുള്ളതായത് കൊണ്ട് തന്നെ അവിടെ തജീഉ എന്ന് ഉപയോഗിച്ചു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓരോ ലൊമീറിന് ശേഷം വരുന്ന മുലാരിയായിട്ടുള്ള ഫീലിൽ എന്താണോ മാറ്റം വരിക എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇനി നോക്കൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ്. ഇതിൽ ഓരോ രാജ്യവും ആ രാജ്യത്തിലുള്ള പൈസയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പൈസയും അതുപോലെ തന്നെ ഈ രാജ്യം കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഏകദേശം മനസ്സിലാകും അല്ലേ. ഇവിടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഖത്തർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഖത്തർ കൊടുത്തിട്ടുണ്ട്. ഈ ഖത്തറിൻ്റെ നേരെ എന്ത് ചെയ്തിട്ടുണ്ട്? റിയാൽ ഖത്തറിൻ്റെ പൈസക്കാണ് എന്തെന്ന് പറയാം? റിയാൽ എന്ന് പറയാം. അപ്പോൾ റിയാൽ ഖത്തർ. അപ്പോൾ ആ റിയാൽ ഖത്തറിന് നേരെ എന്ത് ചെയ്തു? ഖത്തർ എന്നുള്ള രാജ്യത്തെ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഉണ്ട് USA ഉണ്ട്, അതുപോലെ തന്നെ കുവൈത്ത് ഉണ്ട്, ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമേ ചെയ്യാനുള്ളൂ. പരസ്പരം എന്ത് ചെയ്യുക? ഏത് പൈസ എവിടേക്കാണോ യോജിക്കുന്നത്, ഏത് കറൻസിയാണോ യോജിക്കുന്നത് ആ കറൻസി എന്ത് ചെയ്താൽ മതി? അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ നോക്കൂ മക്കളെ, ഏറ്റവും ആദ്യമുള്ളത് ഏതാ? ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഏതാണ്? യുവാനു
സിന്നി, അതായത് യുവാന് സിന്നി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ചൈനയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ യുവാന് സിന്നി എന്ന് പറഞ്ഞാൽ ചൈനയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ചൈന എന്നുള്ള രാജ്യം കണ്ടോ, ഇത് നേരെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ? അടുത്ത് നോക്കൂ, റിയാൽ ഖത്തർ അല്ലേ? റിയാൽ ഖത്തർ, ഇവിടെ ഖത്തർ എന്ന രാജ്യത്തിലേക്ക് നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് നോക്കൂ, ഇത് ഏതാ മക്കളെ? ഇത് ഡോളർ അമേരിക്ക അല്ലേ? അമേരിക്ക ഡോളറാണ്. അപ്പോൾ അമേരിക്ക എന്നുള്ള രാജ്യം യു എസ് എയിലേക്ക് എന്ത് ചെയ്യുക, ഈ അമേരിക്ക കണക്ട് ചെയ്ത് കൊടുക്കുക. കറൻസി ആയിട്ടുള്ള അമേരിക്കയുടെ കറൻസി കണക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത് നോക്കൂ, ദീനാർ കുവൈത്ത്, ഇതേതാണ്? കുവൈത്താണ്. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് എന്താ? അപ്പോൾ ദീനാർ എന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദീനാർ എവിടെയാണ് ഉപയോഗിക്കുക? കുവൈത്തിലാണ് ഉപയോഗിക്കുക. അപ്പോൾ കുവൈത്ത് എന്ന് പറയുന്ന രാജ്യം ഇതായി ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യുക, കുവൈത്ത് എന്ന രാജ്യത്തിലേക്ക് ദീനാറിനെ കണക്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് എല്ലാവർക്കും സുലഭമാണ്. ഇതേതാണ്? ഇതാരാ നമ്മളെ? മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേതാ? റുപ്പിയൽ ഇന്ത്യ അല്ലേ? ഇന്ത്യൻ റുപ്പിയാണ്. അപ്പം എന്ത് ചെയ്യുക, ഈ 50 രൂപ, അതായത് ഇന്ത്യൻ റുപ്പി എന്നുള്ള കറൻസി എന്ത് ചെയ്യുക, ഇന്ത്യ എന്നുള്ള ഇത് മാപ്പ് കണ്ടാൽ തിരിയൂലേ, ഇന്ത്യ ആണെന്ന് തിരിയൂലേ, അതെന്ത് ചെയ്യുക, നേരെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ? വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് മനസ്സിലായല്ലോ. ഒന്നും ഇതിൽ പറയാനില്ല, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇത് കണ്ടാൽ തന്നെ തിരിയും. റിയാൽ ഖത്തർ അതുപോലെ തന്നെ. അപ്പോൾ ഇതെന്ത് ചെയ്യുക, ഡോളറും അതുപോലെ തന്നെ റിയാലൊക്കെ എന്താ, റിയാലിൻ്റെ ഈ രാജ്യത്തിൻ്റെ ചിഹ്നം കണ്ടാൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ഖത്തറിൻ്റെ ചിഹ്നം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ അമേരിക്കൻ്റെ ഇത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ കുവൈത്തിൻ്റെ പൈസ മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ്റെ പിന്നെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇങ്ങനെ എക്സാമിന് അഥവാ ചോദിച്ചാൽ വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യണം, മക്കൾക്ക് എഴുതാൻ വേണ്ടി കഴിയണം. ഓക്കെ ആണല്ലോ? ഇനി എന്ത് ചെയ്യുക, ഈ സാധനം നേരെ എന്ത് ചെയ്യുക, ജുംലയിലേക്ക് അവിടെ എഴുതാൻ മതി. ഉംലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി. അപ്പോൾ ഉംലത്തു സിന്നി, ചൈനയുടെ കറൻസിയാണ് ഏത്? യുവാനു സിന്നി, അതായത് ചൈന കറൻസി. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതി കൊടുക്കുക? ഉംലത്തു സിന്നി എന്ന് എഴുതി. ഇനി എന്താ, ഇനി നമുക്കൊരു ജുംലയാക്കുമ്പോൾ എങ്ങനെ ആക്കി കൊടുത്താൽ മതി? ഉംലത്തു അല്ലേ? ഉംലത്തു എന്ന് പറഞ്ഞാൽ കറൻസി എന്നാണ്. അപ്പോൾ ഉംലത്തു, അടുത്തത് ഏതാ ഉള്ളതാ? ഉംലത്തു ഖത്തർ എന്താണ്? റിയാലു ഖത്തർ. ഇതേപോലെ എന്താ ചെയ്യാനാണ്, ഒരു ജുംല എഴുതാൻ മാത്രമേ പറയുന്നുള്ളൂ. അത് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്താൽ നേരെ ഇങ്ങോട്ട് എഴുതിയെടുത്താൽ മതി. ഉംലത്ത് എന്ന് പറഞ്ഞാൽ കറൻസി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത് എങ്ങനെ എഴുതുക? ഉംലത്തു അല്ലേ? ഉംലത്ത് എന്ന് പറഞ്ഞാൽ കറൻസി. നമ്മളോടൊരു ജുംലയിൽ ഉപയോഗിക്കാനാണ് പറഞ്ഞതാ. ഉംലത്തുൽ ഹിന്ദി അല്ലേ? ഉംലത്തുൽ ഹിന്ദി, അത് രാജ്യത്തിൻ്റെ പേര് കൊടുക്കുക. ഉംലത്തുൽ ഹിന്ദി പറഞ്ഞാൽ ഇന്ത്യയുടെ കറൻസി ഏതാണ്? റൂബിയ ഹിന്ദി അല്ലേ? റുപ്പിയ അല്ലേ? ഇന്ത്യയുടെ കറൻസി എന്താണ്? റുപ്പിയ അല്ലേ? അപ്പോൾ റുപ്പിയ ഇന്ത്യ എന്ന് എന്ത് ചെയ്താൽ എഴുതി കൊടുക്കുക. മനസ്സിലായല്ലോ മക്കളെ? അപ്പോൾ ജുംലയിലാക്കാനും മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ്. ഉംലത്ത്, അതിനുശേഷം ഏതാണോ രാജ്യം, ആ രാജ്യം കൊടുക്കുക. ആ രാജ്യത്തിന് അവിടെ എന്താണോ, ഡോളറാണോ അല്ലെങ്കിൽ റിയാലാണോ, അതെന്ത് ചെയ്യുക, കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജുംലയിൽ പ്രയോഗിക്കാം. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത് നോക്കൂ, നെത്താറഫുൽ അമല വൽ ഉമ്മാല. നമുക്ക് എന്ത് ചെയ്യുക, ഈ ജോലിയും അതുപോലെ തന്നെ ജോലിക്കാരനെയും മനസ്സിലാക്കാം. ഇവിടെ 2 ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ആരാ, ഈ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് തിരിതാരാണ്? ഡോക്ടറാണ് അല്ലേ? അപ്പോൾ നോക്കൂ, തൊബീബ്, ഞാനെന്താണ്? ഡോക്ടറാണ്. തൊബീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഡോക്ടർ. അഫ്ഹസുൽ മർല, ഞാൻ എന്ത് ചെയ്യുന്നു? രോഗിയെ പരിചരിക്കുന്നു അല്ലേ? ഡോക്ടറിൻ്റെ പരിപാടിയാണ് എന്ത്? രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ശുശ്രൂഷ നൽകുക എന്നുള്ളത്. അപ്പോൾ ഞാൻ രോഗിയെ എന്ത് ചെയ്യുന്നു? പരിചരിക്കുന്നു എന്ന് പറയുന്നു. ആര്? ഡോക്ടർ സ്വയം പരിചയപ്പെടുത്തുന്നു. രണ്ടാമത്തെ നോക്കൂ, മൊഹന്ദിസ്, ഞാൻ എന്താണ്? എൻജിനീയർ ആണ് അല്ലേ? അപ്പോൾ മൊഹന്ദിസ്, ഈ ഫോട്ടോ കണ്ടാൽ തന്നെ തിരിയും. ഈ തൊപ്പിയും അതുപോലെ തന്നെ ഈ ഫയലും ആ കോട്ടും ഒക്കെ കണ്ടാൽ തന്നെ നമുക്ക് തിരിയും അതാരാണ്, ആ ഒരു എൻജിനീയർ ആണ് നമുക്ക് കണ്ടാൽ തിരിയും. അപ്പോൾ എൻജിനീയർ സ്വയം പരിചയപ്പെടുത്തുകയാണ് എന്ത്? മൊഹന്ദിസ്, ഞാനൊരു എൻജിനീയറാണ്. ഉസ്തായിദുൻ നാസ് അലൽ ബിനാഹ് അല്ലേ? എടുപ്പുകൾ ഉണ്ടാക്കാൻ, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ, കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ജനങ്ങളെ സഹായിക്കുന്നു. ഓക്കെ ആണല്ലോ? മൂന്നാമത്തെ നോക്കൂ, ഈ ഫോട്ടോ കണ്ടാൽ തന്നെ തിരിയും ആരാ? ഡ്രൈവറാണ്. സായിക്, ഞാനെന്താണ്? ഡ്രൈവറാണ്. അക്കൂദുൽ മർക്കബാത്ത്, ഞാൻ എന്ത് ചെയ്യുന്നു? വാഹനങ്ങൾ ഓടിക്കുന്നു. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കൂ മക്കളെ, ഈ ഫോട്ടോ കണ്ടാൽ തന്നെ തിരുതാര ടീച്ചറാണല്ലോ. അപ്പോൾ എന്നിവിടെ ഉണ്ട്. അപ്പോൾ ടീച്ചറിന് എന്താ നമ്മൾ എഴുതുക? അന മുദരിസത്തുൻ അല്ലേ? മുദരിസത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ടീച്ചർ. അപ്പോൾ അന മുദരിസത്തുൻ, ഞാൻ എന്താണ്? ടീച്ചറാണ് അല്ലേ? അന മുദരിസത്തുൻ. ടീച്ചറിൻ്റെ പരിപാടി എന്താ? ഉദരിസു, ഞാൻ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ആരെ? അത്തുല്ലാബ, ഞാൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? പഠിപ്പിക്കുന്നു. ഓക്കെ ആണല്ലോ മക്കളെ? ഉദരിസു അത്തുല്ലാബ. അടുത്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോ കണ്ടാൽ നമുക്ക് തിരിയും ഇതാരാണ്? പോലീസുകാരനാണ്. ഷുർത്തിയുൻ, ഞാൻ ആരാണ്? ഷുർത്തിയാണെന്ത്? പോലീസിൻ്റെ അറബി. ഓക്കെ ആണല്ലോ? അപ്പോൾ ഷുർത്തിയുൻ, ഞാൻ പോലീസുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താ? പോലീസുകാരുടെ പരിപാടി എന്താ നാട്ടിൽ? ഉഹാഫിദു എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നു. ആരെ? അന്നാസ്, ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ള പരിപാടിയാണ് എന്ത്? പോലീസ് മാമന്മാർക്കുള്ളത് അല്ലേ? നമ്മളൊക്കെ സംരക്ഷിക്കുന്നത് ആരാണ്? ഏത് സമയത്ത് വിളിച്ചാലും പുറത്ത് ആരുണ്ടാവും? പോലീസുകാരുണ്ടാവുമല്ലോ. ഇനി അടുത്ത് നോക്കൂ, എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാരാണ്? മരവെട്ടുകാരൻ അല്ലേ? അപ്പോൾ
അന ഖത്താബുൻ അല്ലേ, ഞാനെന്താണ് മരം വെട്ടുകാരനാണ് അല്ലേ, മരം വെട്ടുകാരനാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടി എന്താണ്? അക്തഉൽ ഹഷ്ബ. അക്ത എന്ന് പറഞ്ഞാൽ എന്താ? മുറിക്കുന്നു. അക്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുറിക്കുന്നു. എന്തിനെ? അൽ ഹഷ്ബ. ഹഷ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറകുകൾ ശേഖരിക്കുന്നു അല്ലെങ്കിൽ വിറകുകളെ മുറിക്കുന്നു. എന്തിനേയും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? മരങ്ങളെ മുറിക്കുന്ന ആളാണ് ഞാൻ എന്ത് ചെയ്യുന്നു പറയുന്നു. അപ്പം വളരെ സിമ്പിളായിട്ട് മക്കൾക്ക് മനസ്സിലായല്ലോ. വളരെ സിമ്പിളാണ് നമ്മൾ ഈ പറഞ്ഞ ചാപ്റ്റർ. കാരണം അത് നമ്മളൊരു മനോഹരമായിട്ടുള്ള കഥ പറഞ്ഞു. അതിനുശേഷം തൊമീറുകളെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം ഇതാ റുപ്പിയ, അതുപോലെ തന്നെ ദീനാർ, അതുപോലെ തന്നെ ഡോളർ, അതുപോലെ തന്നെ റിയാൽ കാര്യങ്ങൾ പഠിച്ച് വെക്കുക. അതായത് രാജ്യത്തിൻ്റെ ആണെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ശേഷം നമ്മൾ പറഞ്ഞു ഓരോ പണികളും അത് പണി ചെയ്യുന്ന ആളെയും കുറിച്ച് നമ്മൾ പഠിക്കാൻ പറഞ്ഞു. ഇവിടെ തൊബീബ് ആരാന്ന് ഡോക്ടറാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു. ഇപ്പുറത്ത് എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡ്യൂട്ടി നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ അന എന്ന് പറഞ്ഞതിന് ശേഷം ഈ ചിത്രം കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അത് അടിയിലേക്ക് എഴുതിയെടുക്കണം. ഈ ചിത്രം കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കി അത് മുദരിസത്താണ്, ടീച്ചറാണെന്ന് മനസ്സിലാക്കി. മുദരിസത്തിൻ്റെ പരിപാടി എന്താണ്? മുദരിസത്തുല്ലാബ, വിദ്യാർത്ഥികളെ പഠിപ്പിക്കലാണല്ലോ. അടുത്ത് നോക്കൂ, അന ഷുർത്തിയു, ഞാൻ പോലീസുകാരനാണ്. പോലീസുകാരൻ്റെ പരിപാടി എന്താ? ഉഹാഫുലുൻ നാസ, ജനങ്ങളെ സംരക്ഷിക്കലാണല്ലോ. അടുത്ത് നോക്കൂ, അന ഖിത്താബു, ഞാൻ എന്താണ്? മരം വെട്ടുകാരനാണ്. ഉഖത്തിഉൽ ഹഷ്ബ, ഞാൻ എന്ത് ചെയ്യുന്നു? മരങ്ങളെ മുറിക്കുന്നു. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 7ാം ക്ലാസ്സിലത്തെ മക്കളെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം അത്രയും സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓൾറെഡി 3ാമത്തെ മൊഡ്യൂളിലെ 2 ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വളരെ മനോഹരമായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നാണ് സാറ് വിശ്വസിക്കുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ബോക്സിലൂടെ വന്ന് നിങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യണം. ഇനി വല്ല മാറ്റങ്ങളും കൊണ്ടുവരാനുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയുക തന്നെ വേണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവട്ടെ. നല്ലവണ്ണം എല്ലാവരും അടിപൊളിയായിട്ട് ക്രിസ്മസ് എക്സാം എന്ത് ചെയ്യുക? എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ സാറ് നൽകുന്നു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സി യു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശുക്രൻ ലക്കും യാ തുല്ലാബ്.